ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഓവൻ ഇല്ലാതെ എഗ് ബീറ്റർ ഇല്ലാതെ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിൻ്റെ പേര് ലെമൺ കേക്ക്. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അത് ഒരു ചെറുനാരങ്ങന്റെ പുറത്തത്തെ തൊലി ഞാൻ ചുരണ്ടി എടുത്തതാണ്. ഇത് നിങ്ങൾക്കൊരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ചുരണ്ടി എടുക്കാവുന്നതാണ്. അപ്പം ചെറുനാരങ്ങ ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷന് അതിൻ്റെ കൂടെ വരാതെ നോക്കണം. വൈറ്റ് ഭാഗം വന്നാൽ അതിന് ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പം മഞ്ഞ കളറുള്ള ഭാഗം മാത്രം ചുരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പാല്, ഇത് പാൽ ഓപ്ഷണലാണ്. നമ്മൾ എടുക്കുന്ന മുട്ട വലുതാണെങ്കിൽ പാലിൻ്റെ ആവശ്യം വരില്ല. അപ്പം നമുക്കിത് തയ്യാറാക്കി നോക്കിയിട്ട് പാല് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞാൻ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് ഇടഞ്ഞെടുത്തതാണ്. ഒരരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. കേക്ക് ഉണ്ടാക്കാൻ എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ചട്ടക ഉണ്ടായാൽ മതി. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ആ ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയും ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാവ് വല്ലാണ്ട് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഇത്തിരി മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇത് ഇത്തിരി ടൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ടെമ്പറേച്ചർ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാവ് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം സ്റ്റൗവിൽ ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇതിന്റെ മുകളിൽ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി തീ ഓണാക്കിയിട്ട് 2-3 മിനിറ്റ് വലിയ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയില് ഒരു 50-55 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ സമയം ഇപ്പൊ കേക്ക് ഇവിടെ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ച് ഇതൊന്ന് വെന്തിക്കണോന്നൊന്ന് നോക്കാം. ഇപ്പൊ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കത്തിയിലൊന്നും ഒത്തി പിടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. ടേസ്റ്റുള്ളൊരു കേക്കാണിത്.